എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയുടെ സ്വാഗതം. ഞാനിന്ന് വളരെ എക്സൈറ്റഡ് ആണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ LP-UP ബാച്ച് തുടങ്ങിയിട്ടുള്ള ഫസ്റ്റ് ക്ലാസ് ആണ് ഇന്ന്. അപ്പോൾ ആദ്യത്തെ ക്ലാസ് എന്നോണം ഞാൻ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങളാണ് ഫസ്റ്റ് ക്ലാസ് ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാ കലാപങ്ങളും കൂടെ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. രണ്ട് കലാപങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യം തന്നെ എല്ലാം കൂടെ നിങ്ങൾക്ക് അടിച്ചേൽപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് ചെറുതിൽ നിന്ന് വലുതിലേക്ക് പോകാമല്ലേ. ആഞ്ചിത്തങ്ങ് കലാപം, ആറ്റിങ്ങൽ കലാപമായിട്ടാണ് ഇന്നത്തെ ക്ലാസ്. ഓക്കെ, ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് എനിക്ക് നിങ്ങളായിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യണമെന്നുണ്ട്. എന്നെന്ന് വെച്ചാൽ എൻ്റെ ഈ ക്ലാസ് നിങ്ങൾ ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ ഞാൻ പറയുന്ന ഈ 3 ഇൻസ്ട്രക്ഷൻസ് കൂടെ ഒന്ന് ഫോളോ ചെയ്യാം. നിങ്ങൾക്ക് ഈ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ക്ലാസ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. വളരെ അതിഭയാനകമായ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊന്നും അല്ല. നിങ്ങളിത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഒരിക്കലും മറന്നു പോകത്തുമില്ല. എന്തെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്തെന്ന് വെച്ചാൽ എപ്പോഴും ക്ലാസ് എടുക്കുന്ന സമയത്ത്, ഇപ്പോൾ ഏതെങ്കിലും ക്ലാസ്സുകൾ എടുക്കുന്ന ആരുടെയും ആയിക്കോട്ടെ, നമ്മൾ പഠിക്കുന്ന സമയത്ത് ഏത് സമയത്തും നമ്മൾ നടുനിവർന്നിരുന്ന് പഠിക്കാൻ ശ്രദ്ധിക്കുക. എൻ്റെ ക്ലാസ്സിൽ എപ്പോഴും എൻ്റെ ക്ലാസ് കാണുന്ന സമയത്ത് നിങ്ങളെല്ലാവരും നടുനിവർന്ന് തന്നെ ഇരിക്കുക. ഇങ്ങനെ നട്ടല് വളഞ്ഞും കുന്നി ഇരിക്കാതിരിക്കുക. അങ്ങനെ ഇരുന്നാലും ഓക്കെ, നമ്മൾ ക്ലാസ് കണ്ടു കഴിഞ്ഞു, നമ്മളെല്ലാം കണ്ട് നോട്ടുകൾ എഴുതിയെടുത്തു, പിന്നെ നമ്മളത് ഓർത്തെടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ നടുനിവർത്തിയിരിക്കുക. എൻ്റെ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ നടുനിവർത്തിയിരിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഏതൊരു ക്ലാസ്സിലായിരിക്കും എല്ലാ വിഷയത്തിനും നിങ്ങളുടെ കയ്യിൽ ഒരു ബുക്ക് ഉണ്ടായിരിക്കണം, പിന്നെ പേന ഉണ്ടായിരിക്കണം. ഓരോ വിഷയത്തിനും ഓരോ നോട്ട്ബുക്ക് ഉണ്ടായിരിക്കണം. പേപ്പറിൽ എഴുതുന്നത് അത്ര സേഫ് അല്ല, നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവരും നോട്ട്ബുക്കിൽ തന്നെ നോട്ടുകളെല്ലാം എഴുതിയെടുക്കുക. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എപ്പോഴും എൻ്റെ ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് കണ്ണുകൾ അടച്ച് വേണം ഇരിക്കാനായിട്ട്. കണ്ണുകൾ അടച്ച് ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി നിങ്ങൾ കേൾക്കണം. എന്തുകൊണ്ടാണ് കണ്ണുകൾ അടയ്ക്കാൻ ഞാൻ പറയുന്നത് അറിയാമോ? നമ്മളിപ്പോൾ നടുനിവർത്തിയായിരിക്കും ക്ലാസ്സിൽ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ണുകൾ അടച്ചിരിക്കുമ്പോൾ എന്താണ് ശ്രദ്ധിക്കുക, നമ്മൾ പുറത്ത് നടക്കുന്ന ഒന്നും നമുക്ക് അറിയില്ല. എന്നെ നിങ്ങൾ കാണുന്നില്ല, എൻ്റെ ശബ്ദം മാത്രമാണ് നിങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ശബ്ദം നിങ്ങളിങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ കൂടുതലായിട്ട് നിങ്ങളുടെ മെമ്മറിയിൽ ഫീഡ് ചെയ്ത് വെക്കാൻ പറ്റും. അതുകൊണ്ട് എപ്പോഴും എൻ്റെ ക്ലാസ്സിൽ എല്ലാവരും നടുനിവർന്നിരുന്ന് കണ്ണുകൾ അടച്ച് ക്ലാസ്സുകൾ കാണാൻ ശ്രമിക്കുക. കാണാനല്ല, കേൾക്കാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ ശ്രമിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും മറന്നു പോകത്തില്ല. നല്ല രീതിയിൽ നിങ്ങളുടെ മെമ്മറിയിൽ അത് ഫീഡ് ചെയ്ത് വെക്കാൻ നിങ്ങളെ ഒരുപാട് സഹായിക്കും. ഇനി അടുത്ത കാര്യം എന്ന് പറയാനുള്ളത്, നിങ്ങൾ എപ്പോഴും ഞാൻ തരുന്ന നോട്ട്സ് അതേപോലെ ഇങ്ങനെ പകർത്തി എഴുതാതെ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞോളൂ. ഇപ്പോൾ ആദ്യം ഞാൻ അഞ്ചുതെങ്ങ് കലാപത്തെക്കുറിച്ച് ക്ലാസ്സിൽ എടുത്തു കഴിഞ്ഞു. ആ സമയത്ത് അഞ്ചുതെങ്ങ് കലാപം അവിടെ കഴിഞ്ഞു. അടുത്ത കലാപത്തെക്കുറിച്ച് പറയുന്നില്ല എങ്കിൽ നിങ്ങൾ പോസ് ചെയ്യേണ്ട. അഞ്ചുതെങ്ങ് കലാപം പറഞ്ഞു കഴിഞ്ഞ് അവിടെ നിങ്ങൾ പോസ് ചെയ്യുക. ഇവിടെ ഞാൻ 2 കലാപമാണ് ഇന്ന് പഠിപ്പിക്കുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അവിടെ വെച്ച് പോസ് ചെയ്യുക. എന്നിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയിൽ കാണും. ആ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടേതായ ഭാഷയിൽ ഒരു നോട്ട് തയ്യാറാക്കി എടുക്കാം. ഓക്കെ, നിങ്ങളുടേതായ ഭാഷയിൽ. എന്നിട്ട് ഈ വീഡിയോയുടെ അവസാനം ഞാൻ ഇതിന്റെ നോട്ട്സ് തരുന്നുണ്ട്. ഇനി അതിനുശേഷം വീഡിയോസ് എല്ലാം കഴിഞ്ഞു നിങ്ങൾ സ്വന്തമായിട്ട് നോട്ടുകൾ തയ്യാറാക്കി അവസാനം നിങ്ങൾ എന്ത് ചെയ്യുക, ആ നോട്ടും കൂടെ നോക്കിയിട്ട് അതിൽ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അതൊന്ന് തിരുത്തുക. നിങ്ങൾക്ക് ഒരു കറക്ഷനും വരുത്തില്ല. ഞാൻ പറയുന്ന ഓരോ പോയിന്റും നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടിരിക്കുന്നതുകൊണ്ട് എല്ലാ പോയിന്റും നിങ്ങൾ അതേതുപോലെ നിങ്ങളുടേതായ ഭാഷയിൽ എഴുതിയെടുക്കുകയും നിങ്ങളത് നല്ല വൃത്തിയാവണ്ണം പഠിക്കുകയും ചെയ്യും. ഓക്കെ, അങ്ങനെ എഴുതിയെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഞാൻ ആ ഒരു ക്ലാസ് കേട്ട് ഞാൻ അത്രയും ഞാൻ അപ്പോൾ തന്നെ പഠിച്ചു എന്നാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. നിങ്ങൾ സ്വന്തമായിട്ട് എഴുതിയെടുക്കുന്നത് കൊണ്ട് വേറെ ആളുടെ സഹായത്തിൽ ഒരാൾ എഴുതി തയ്യാറാക്കിയ നോട്ട് കണ്ട് എഴുതുക അല്ലാതെ സ്വന്തമായിട്ട് എഴുതുന്നത് കൊണ്ട് നിങ്ങൾക്ക് ആ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനും പിന്നീട് നമുക്കത് റിവൈസ് ചെയ്യുമ്പോൾ ഞാൻ സ്വന്തമായിട്ട് എഴുതിക്കൊണ്ട് അത് നമ്മുടെ മെമ്മറിയിൽ കൂടുതൽ ഫീഡ് ചെയ്ത് വെക്കാനും സഹായിക്കും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളവരെങ്കിൽ എൻ്റെ ക്ലാസ് ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എന്തെന്ന് വെച്ചാൽ, അപ്പോൾ എൻ്റെ ഫസ്റ്റ് ക്ലാസ് ആണ്. ഈ ഫസ്റ്റ് ക്ലാസ് കാണുന്നവർ ഈ ഒരു ക്ലാസ് കണ്ട് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ മാത്രം, കാരണം എല്ലാവരുടെ ടൈമും വിലപ്പെട്ടതാണ്. വെറുതെ യൂസ്ഫുൾ ആയില്ലെങ്കിൽ എൻ്റെ വീഡിയോ ആർക്കും നിങ്ങൾ ഷെയർ ചെയ്യേണ്ട. യൂസ്ഫുൾ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ PSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണം. പിന്നെ എൻ്റെ വീഡിയോയിൽ ഞാനിനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാം നിങ്ങൾ കേട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഒട്ടും ദീർഘിപ്പിക്കാതെ തന്നെ കലാപങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ കലാപത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് എല്ലാവരും കണ്ണുകൾ അടച്ച് നിവർന്നിരുന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോട് കൂടി കേൾക്കുക.
അഞ്ചുതെങ്ങ് കലാപം 1697 നടന്ന കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. ഏതൊരു കലാപം നടക്കണമെങ്കിലും അതിന് പിന്നിൽ ഒരു കാരണം ഉണ്ടായിരിക്കണമല്ലേ. അഞ്ചുതെങ്ങ് കലാപം നടക്കാനുള്ള പ്രധാന കാരണം കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കി എന്നുള്ളതായിരുന്നു. അപ്പോൾ 1697 നടന്ന കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. ഇത് നടക്കാനുള്ള പ്രധാന കാരണം എന്തായിരുന്നു? കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കി എന്നുള്ളതായിരുന്നു. ഇനി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പണ്ടകശാലയായിരുന്നു അഞ്ചുതെങ്ങ്. അഞ്ചുതെങ്ങിൽ അവർക്ക് പ്രധാനപ്പെട്ട ഒരു പണ്ടകശാല ഉണ്ടായിരുന്നു. ആ പണ്ടകശാല തുറക്കുന്നതിന് വേണ്ടിയുള്ള അനുമതി നൽകിയത് ആറ്റിങ്ങൽ റാണിയായിരുന്നു. 1684 ബ്രിട്ടീഷുകാർക്ക് പണ്ടകശാല തുറക്കുന്നതിനുള്ള അനുമതി ആറ്റിങ്ങൽ റാണിയായ ഉമയമ്മ റാണി നൽകിയത്. അപ്പോൾ ബ്രിട്ടീഷുകാർ പണ്ടകശാല തുറന്നത് 1690 അപ്പോൾ ശ്രദ്ധിക്കുക, പണ്ടകശാല തുറക്കുന്നതിനുള്ള അനുമതി നൽകിയത് ആരാണ്? ആറ്റിങ്ങൽ റാണിയായ ഉമയമ്മ റാണി. ഏത് വർഷം? 1684. ഇനി ബ്രിട്ടീഷുകാർ പണ്ടകശാല തുറന്ന വർഷം ഏതായിരുന്നു? 1690. നമ്മുടെ ബ്രിട്ടീഷുകാർ ഇതുകൊണ്ടൊന്നും അടങ്ങില്ല. അവരുടെ ആഗ്രഹങ്ങൾ കൂടി വന്നു. അങ്ങനെ അവർ അഞ്ചുതെങ്ങിൽ ഒരു കോട്ട പണിയാൻ തീരുമാനിച്ചു. ഇനി കോട്ട പണിയാൻ അനുമതി നേടിയെടുത്ത ബ്രിട്ടീഷുകാരൻ ആരായിരുന്നു ചോദിച്ചാൽ ജോൺ ബ്രാവോൺ. ആരുടെ കയ്യിൽ നിന്നാണ് അനുമതി നേടിയെടുത്തത്? നമ്മുടെ ആറ്റിങ്ങൽ റാണിയായ ഉമയമ്മ റാണിയുടെ കയ്യിൽ നിന്നാണ്. അപ്പോൾ കോട്ട പണിയുന്നതിനുള്ള അനുമതി നേടിയെടുത്ത ബ്രിട്ടീഷുകാരൻ ആരെന്ന് ചോദിച്ചാൽ ജോൺ ബ്രാവോൺ. അത് ആരുടെ കയ്യിൽ നിന്നാണ് അനുമതി നേടിയെടുത്തത്? ഉമയമ്മ റാണി, നമ്മുടെ ആറ്റിങ്ങൽ റാണിയായ ഉമയമ്മ റാണിയിൽ നിന്നായിരുന്നു. ഏതു വർഷം? 1690. 1690 അഞ്ചുതെങ്ങ് കോട്ട പണിയുന്നതിനുള്ള അനുമതി ജോൺ ബ്രാവോൺ എന്ന ബ്രിട്ടീഷുകാരൻ ആറ്റിങ്ങൽ റാണിയിൽ നിന്ന് നേടിയെടുത്തു. എന്നാണ് അഞ്ചുതെങ്ങ് കോട്ട പണിതത്? 1695 അഞ്ചുതെങ്ങ് കോട്ട പണിതു. ഇനി അഞ്ചുതെങ്ങ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? തിരുവനന്തപുരം. അപ്പോൾ ഈ പറഞ്ഞ കാര്യം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇനി ഈ ഒരു വീഡിയോ പോസ് ചെയ്ത് വെക്കുക. പോസ് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ ഓരോ പോയിന്റുമായിട്ട് എഴുതിയെടുക്കാം. ഓക്കെ. എന്നിട്ട് ലാസ്റ്റിൽ വീഡിയോയുടെ ലാസ്റ്റിൽ ഇതിന്റെ നോട്ട്സ് തരുന്നതായിരിക്കും. എന്നിട്ട് അതിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ തിരുത്തുക. നിങ്ങൾക്ക് ഒരു മിസ്റ്റേക്കും കാര്യത്തില്ല. നിങ്ങൾ ഈ ക്ലാസ് കേട്ട് തന്നെ നിങ്ങൾ പോയിന്റ്സ് കറക്റ്റായിട്ട് എഴുതിയെടുക്കും. നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് ഈ അഞ്ചുതെങ്ങ് കലാപം മനസ്സിലായി കാണാം. ഈ ഞാൻ പറഞ്ഞ ഓരോ പോയിന്റും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാ പോയിന്റും കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക, വർഷങ്ങളും കാര്യങ്ങളും പഠിക്കുക. അപ്പോൾ അഞ്ചുതെങ്ങ് കലാപം ഇവിടെ കഴിഞ്ഞു. ഇനി അടുത്തത് ആറ്റിങ്ങൽ കലാപമാണ്. നമുക്ക് ആറ്റിങ്ങൽ കലാപത്തിലേക്ക് പോകാം. ആറ്റിങ്ങൽ കലാപം 1721 ഏപ്രിൽ മാസം 15 നടന്ന കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭമാണ് ആറ്റിങ്ങൽ കലാപം. ഏതൊരു കലാപം നടക്കണമെങ്കിലും അതിന് പിന്നിൽ കുറച്ച് കാരണങ്ങൾ ഉണ്ടായിരിക്കണം. ഇവിടുത്തെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇങ്ങനെയായിരുന്നു. ഒന്ന്, വൻതോതിലുള്ള അഴിമതി. രണ്ടാമത്തേത്, കുരുമുളകിന്റെ വിലയിൽ കമ്പനി വരുത്തിയ ക്രമക്കേട്. മൂന്നാമത്തേത്, ബ്രിട്ടീഷുകാർ റാണിക്ക് നൽകി വന്നിരുന്ന പാരിതോഷികം ഫ്യൂഡൽ പ്രഭുക്കളായ പിള്ളമാരിലൂടെ എത്തിക്കാൻ വിസമ്മതിച്ചു. പകരം ബ്രിട്ടീഷുകാർ നേരിട്ട് റാണിക്ക് നൽകി. അപ്പോൾ ഒന്നും കൂടെ ശ്രദ്ധിച്ചു കേൾക്കുക. 1721 ഏപ്രിൽ മാസം 15 നടന്ന കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭമാണ് ആറ്റിങ്ങൽ കലാപം. ഇത് നടക്കാനുള്ള പ്രധാന കാരണങ്ങൾ: ഒന്ന്, വൻതോതിലുള്ള അഴിമതി. രണ്ട്, കുരുമുളകിന്റെ വിലയിൽ കമ്പനി വരുത്തിയ ക്രമക്കേട്. മൂന്ന്, ബ്രിട്ടീഷുകാർ റാണിക്ക് നൽകി വന്നിരുന്ന പാരിതോഷികം ഫ്യൂഡൽ പ്രഭുക്കളായ പിള്ളമാരിലൂടെ എത്തിക്കാൻ വിസമ്മതിച്ചു. ഈ ഒരു പാരിതോഷികം അവർ നേരിട്ട് തന്നെ റാണിക്ക് കൈമാറി. ഇനി ആറ്റിങ്ങൽ കലാപ സമയത്തെ വേണാട് ഭരണാധികാരി ആരെന്ന് നിങ്ങളുടെ ചോദിക്കും. ആറ്റിങ്ങൽ കലാപ സമയത്തെ വേണാട് ഭരണാധികാരി ആരായിരുന്നു? ആദിത്യവർമ്മയായിരുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, വേണാട് ഭരണാധികാരി ആറ്റിങ്ങൽ കലാപ സമയത്തെ വേണാട് ഭരണാധികാരി ആദിത്യവർമ്മ. ഇനി ഈ കലാപത്തെ തുടർന്ന് വധിക്കപ്പെട്ട ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനുണ്ട്. അത് ഇമ്പോർട്ടന്റ് ആണ്. ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരെന്ന് ചോദിച്ചാൽ ഗിഫോർഡ്. ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗിഫോർഡ്. അദ്ദേഹം മാത്രമല്ല, NCERT ടെസ്റ്റുകളിൽ അദ്ദേഹത്തോടൊപ്പം 150ഓളം സൈനികരും വധിക്കപ്പെട്ടു. ശ്രദ്ധിക്കുക, ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്നു ഗിഫോർഡ്. അദ്ദേഹത്തോടൊപ്പം 150ഓളം സൈനികരും വധിക്കപ്പെട്ടു. ഇനി അറിയേണ്ടുന്ന പ്രധാനപ്പെട്ട കാരണമാണ്, ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് അവിടുത്തെ പ്രദേശവാസികൾ ഒരു കോട്ട പിടിച്ചെടുത്തിരുന്നു.
അതായിരുന്നു അഞ്ചുതെങ്ങ് കോട്ട. ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് പ്രദേശവാസികൾ പിടിച്ചെടുത്ത കോട്ട ഏതെന്ന് ചോദിച്ചാൽ അത് അഞ്ചുതെങ്ങ് കോട്ടയാണ്. ഇനി ഇങ്ങനെ കലാപം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. അവിടെ ആരെ കൊണ്ടും അടിച്ചമർത്താൻ കഴിഞ്ഞില്ല, കലാപം അടിച്ചമർത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ തലശ്ശേരിയിൽ നിന്ന് ബ്രിട്ടീഷ് സൈന്യം വരേണ്ടി വന്നു ഈ കലാപം അടിച്ചമർത്താൻ. അപ്പോ ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യം എവിടെ നിന്നാണ് വന്നത്? തലശ്ശേരിയിൽ നിന്ന്. തലശ്ശേരിയിൽ നിന്ന് വന്ന ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപത്തെ അടിച്ചമർത്തിയത്. ഇനി ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒരു ഉടമ്പടി ഉണ്ടായി, ഉടമ്പടി ഒപ്പുവെച്ചു. അത് ഏത് ഉടമ്പടിയാണെന്ന് ചോദിച്ചാൽ വേണാട് ഉടമ്പടിയാണ്. ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടി വേണാട് ഉടമ്പടിയാണ്, അല്ലെങ്കിൽ വേണാട് കരാർ. ഏത് വർഷം എന്ന് ചോദിച്ചാൽ 1723. 1723 ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി അല്ലെങ്കിൽ വേണാട് കരാർ. ഇത് ആരൊക്കെ ചേർന്നാണ് ഒപ്പുവെച്ചത്? മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ ഓമും ചേർന്നാണ് വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. ആരൊക്കെയായിരുന്നു? മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ ഓമും ചേർന്നായിരുന്നു വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. വേണാട് ഉടമ്പടിയിൽ മാർത്താണ്ഡവർമ്മ ഏത് പേരിലാണ് ഒപ്പുവെച്ചതെന്ന് ചോദിച്ചാൽ നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ. നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ എന്ന പേരിലാണ് മാർത്താണ്ഡവർമ്മ വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ എന്ന പേരിലാണ് വേണാട് ഉടമ്പടിയിൽ മാർത്താണ്ഡവർമ്മ ഒപ്പുവെച്ചത്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ നാട്ടുരാജ്യവുമായി ഒപ്പുവെച്ച ഉടമ്പടിയായിരുന്നു വേണാട് ഉടമ്പടി. ശ്രദ്ധിക്കുക, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ നാട്ടുരാജ്യവുമായി ഒപ്പുവെച്ച ഉടമ്പടിയായിരുന്നു വേണാട് ഉടമ്പടി. ഈ ഉടമ്പടി പ്രകാരം തിരുവിതാംകൂർ രാജാവ് തന്റെ സ്വന്തം ചിലവിൽ ബ്രിട്ടീഷുകാർക്ക് കുളച്ചലിൽ ഒരു കോട്ട പണിഞ്ഞു കൊടുക്കാമെന്ന് സമ്മതിച്ചു. ഏത് ഉടമ്പടി പ്രകാരമാണ്? വേണാട് ഉടമ്പടി പ്രകാരം തിരുവിതാംകൂറിലെ രാജാവ് തന്റെ സ്വന്തം ചിലവിൽ എന്താണ് ബ്രിട്ടീഷുകാർക്ക് കുളച്ചലിൽ ഒരു കോട്ട പണിഞ്ഞു കൊടുക്കാമെന്ന് സമ്മതിച്ചു. ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ആറ്റിങ്ങൽ കലാപം. പിന്നെ 2021 ഏപ്രിൽ മാസം 15-ാം തീയതി ആറ്റിങ്ങൽ കലാപത്തിന്റെ 300-ാം വാർഷികമായിരുന്നു കേട്ടോ. അതൊന്ന് ഓർത്തിരിക്കുക. 2021 ഏപ്രിൽ മാസം 15-ാം തീയതി ആറ്റിങ്ങൽ കലാപം നടന്നിട്ട് എത്ര വർഷമായി? 300-ാം വാർഷികമായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ പോസ് ചെയ്ത് വെച്ചിട്ട് ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എന്തെല്ലാം പോയിന്റ്സ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം ഈ വീഡിയോയുടെ ലാസ്റ്റ് എല്ലാ നോട്ട്സ് കാണുന്നതായിരിക്കും. അത് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റം വരുത്തി എഴുതുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണാം. അപ്പോഴത്തേക്കും നമസ്കാരം. ഇനി നോട്ടായിരിക്കും കേട്ടോ വരുന്നത്.